തിരുവാതിരകളി കഥകളി പോലെ തന്നെ കേരളത്തിന്റെ മുഖച്ചാർത്തായ കലാരൂപമാണ് തിരുവാതിരകളി. വനിതകൾ അവതരിപ്പിക്കുന്ന തനത് സംഘനൃത്തമാണ് തിരുവാതിരകളി. മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും ഇത് അവതരിപ്പിക്കുന്നു. പൊതുവിൽ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ച് പാടിക്കൊണ്ട് ഈ കലാരൂപം അവതരിപ്പിക്കുന്നു. സാധാരണയായി 10-12 പേരാണ് തിരുവാതിരകളി അവതരിപ്പിക്കുന്നതെങ്കിലും ഇന്ന് റെക്കോർഡുകൾക്കും ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാനുമായി 100 കണക്കിന് വനിതകളെ അണിനിരത്തി തിരുവാതിരകളി അവതരിപ്പിക്കുന്നു. ഒന്നിലേറെ ഐതിഹ്യങ്ങൾ തിരുവാതിരകളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നു. ഇഷ്ടവിവാഹവും സുദീർഘവും മംഗളകരവുമായ ദാമ്പത്യ ജീവിതവും പ്രദാനം ചെയ്യുന്നതാണ് ഈ കലാരൂപം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീ പാർവതീദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കാനായി കഠിനമായ തപസ് ചെയ്യുകയും ശിവൻ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പാർവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭർത്താവാകാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. പാർവതീദേവിക്ക് മഹാദേവനെ ഭർത്താവായി ലഭിച്ചതുപോലെ തങ്ങൾക്കും അനുഗ്രഹീതമായ മംഗല്യ ജീവിതം ലഭിക്കും എന്ന വിശ്വാസത്താൽ കന്യകമാരും സുദീർഘവും മംഗളകരവുമായ ദാമ്പത്യത്തിനായി സുമംഗലികളും തിരുവാതിരകളി അവതരിപ്പിക്കുന്നു എന്നതാണ് ഒരു ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യവും ശിവപാർവതി പരിണയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സതീദേവിയുടെ വിയോഗത്താൽ ദുഃഖിതനായ മഹാദേവനെ പരിണയിക്കുവാൻ പാർവതീദേവി തപം ചെയ്യുന്ന സമയം പരമശിവനെയും പാർവതിയെയും ഒന്നിപ്പിക്കാനായി മറ്റു ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം കാമദേവൻ രംഗത്ത് വരുന്നു. പാർവതീദേവിയോട് അനുരാഗം തോന്നുവാനായി പരമശിവന് നേർക്ക് അമ്പെയ്യുകയായിരുന്നു ദൗത്യം. എന്നാൽ അത് വിഫലമായി എന്ന് മാത്രമല്ല, പരമശിവൻ ക്രോധത്താൽ തൃക്കണ്ണു തുറന്ന് കാമദേവനെ ദഹിപ്പിക്കുകയും ചെയ്തു. കാമദേവന്റെ ഭാര്യ രതി പാർവതിയോട് സങ്കടം ധരിപ്പിക്കുകയും തിരുവാതിര നാളിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ കാമദേവനുമായി വീണ്ടും ചേർത്ത് വയ്ക്കാം എന്ന് പാർവതീദേവി വരം കൊടുക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായാണ് തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നത് എന്നുമാണ് വിശ്വാസം. പാശ്ചാത്യ സംസ്കാരവും ആധുനിക ജീവിത രീതിയും സമൂഹത്തിലേക്ക് ഇരച്ചു കയറിയിട്ടും വിശ്വാസത്തോടും വ്രതാനുഷ്ഠാനത്തോടെയും തിരുവാതിരകളി അവതരിപ്പിക്കുന്ന നിരവധി സംഘങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നത് ആശാവഹമാണ്. ഓണം പോലെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് തിരുവാതിരകളിയും. ഇന്ന് ഈ അനുഗ്രഹീത വേദിയിൽ മാമം പെരുമാമഠം ദേവാംഗന അവതരിപ്പിക്കുന്ന പരമ്പരാഗത ശൈലിയിലുള്ള തിരുവാതിര ചിട്ടപ്പെടുത്തിയത് ശ്രീമതി തുളസിഭായി അമ്മ, കൃഷ്ണകൃപ അവനവഞ്ചേരി. ആദ്യമായി പൂജാ തിരുവാതിരയാണ്. എല്ലാ ദേവീദേവന്മാരെയും സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. കവി മംഗ സരസ്വതിയും പെങ്കളം ഞങ്ങളുടെ ശങ്കയൊഴിപ്പതിനു പങ്കജാക്ഷിയാം കവി മംഗ സരസ്വതിയും തങ്കും മുദിന തിരുവാതിര പാട്ടുരപ്പാൻ ശങ്കരൻ തൻ സുതന ഐങ്കരവാ തുടയ്ക്കാൻ തങ്കും മുദിന തിരുവാതിര പാട്ടുരപ്പാൻ ശങ്കരൻ തൻ സുതന ഐങ്കരവാ